പൂർണ്ണമായിട്ടും എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ താലി തൊട്ട് നീ സത്യം ചെയ്യണം. നിനക്കൊന്നും അറിയില്ല എന്ന്. സത്യം ചെയ്തതാ പ്രഭ. എന്തോ എത്ര ബാലിശ്യമായിട്ട് താൻ ഓരോ കാര്യങ്ങൾ സമീപിക്കുന്നത്. താലി പിടിച്ച് സത്യം ചെയ്യല്. താൻ ഏത് കാലത്താ ജീവിക്കുന്നത്? കലികാലത്ത്. കലികാലത്താ ഞാൻ ജീവിക്കുന്നത്. ശബദവും സത്യം ചെയ്യലൊക്കെ ഉണ്ടെങ്കിലേ ഈ കാലത്ത് മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റൂ. ഒന്നുകിൽ സത്യം ചെയ്, അല്ലെങ്കിൽ മീര പോയതിന്റെ കാരണം പറയും. എല്ലാം തുറന്നു പറയാം. എന്തായാലും താലിയിൽ പിടിച്ച് ഞാൻ കള്ളം പറയില്ല. എന്തോ കള്ളം കണ്ടുപിടിക്കുക ഇവള്. താലിയിൽ തൊട്ട് നീ പറ, ഒന്നും നിനക്കറിയില്ലെന്നു. എന്നാലേ ഞാൻ വിശ്വസിക്കൂ. ആന്റി, അത് അങ്ങനെ ഇപ്പൊ താൻ വിശ്വസിക്കണ്ട. എന്താ സിദ്ധു? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ മകൻ കെട്ടി ഈ താലിയിൽ തനിക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ മരുമകളെ അംഗീകരിക്കാൻ താൻ തയ്യാറായെങ്കിലല്ലേ ഈ താലിയുടെ പവിത്രതയിൽ സത്യം കണ്ടെത്താൻ പറ്റൂ. എന്നെ വിട്ടേക്ക്. പവിത്രമാണെന്ന് ഇവൾക്ക് തോന്നുന്നുണ്ടല്ലോ. ഇവള് സത്യം ചെയ്യട്ടെ, ഞാനത് വിശ്വസിക്കാം. സ്വന്തം മകന്റെ ഭാര്യ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ അവള് താലി തൊട്ട് സത്യം ചെയ്യണം അല്ലേ? അങ്ങനെ സത്യം ചെയ്ത് ഇവിടെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട. ഇനി ദേവികയുടെ രീതികൾ ഇഷ്ടപ്പെടാതെയാണ് മീര പോയെങ്കിൽ അതിന് താനാണ് ഉത്തരവാദി. താനാ അവളുടെ മുമ്പിൽ സത്യം മൂടി വെച്ച് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, മീരയുടെ മുമ്പിൽ തനിക്ക് സത്യം ചെയ്യാൻ പറ്റൂ ഈ താലിയിൽ തൊട്ട് നന്ദന്റെ ഭാര്യയല്ല ദേവികയെന്ന്? പറ്റുമോ? അങ്ങനെ സത്യം ചെയ്യാൻ തനിക്ക് സാധിക്കുമോ? എല്ലാവരുടെയും മുൻപിൽ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ? താൻ തോൽക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്വയം തോൽക്കുക താനിപ്പോ.